നമസ്കാരം, അൽമാസ് ഹെൽത്ത് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പല്ലിൻ്റെതായ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. പല്ല് വേദന, വായനാറ്റം, പല്ലിൻ്റെ മുൻഭാഗത്തുള്ള ഗ്യാപ്പുകൾ, ഈ ഗ്യാപ്പുകൾ കൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു പോയി. നമുക്ക് നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റാതെ വാ പൊത്തിപ്പിടിച്ച് ചിരിക്കുക, മാസ്ക് ഇട്ട് നമ്മുടെ ആ ഒരു വൃത്തികേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഇട്ടിട്ട് നടക്കുക, ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിന് പെർമനൻ്റ് ആയിട്ട് സൊല്യൂഷൻസ് ഉണ്ടോ, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മളോട് വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഇന്ന് അൽമാസ് ഹോസ്പിറ്റലിലെ ഡെന്റൽ ഡോക്ടർ ജുബിന നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാനിപ്പോ പറഞ്ഞു നമ്മൾ ഇന്ന് ഒരുപാട് ഡെന്റൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ഒരു നല്ലൊരു ചിരി നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട്. അതായത് പല്ലിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ്, അതുപോലെ വായ്നാറ്റം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഇതിന് ഏത് രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും മാഡം, പെർമനന്റ് ആയിട്ട്? ഭംഗിയുള്ള ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ പല്ലിനിടയിൽ ഗ്യാപ്പ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും യെല്ലോയിഷ് ആയിട്ടുള്ള ഡിസ്കളറേഷൻസ് വരിക, ഇതെല്ലാം ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ കുറയ്ക്കുന്നതാണ്. ഇതിനെല്ലാം ഇപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ പല്ലിനിടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് വരുന്നതാണ് ഓർത്തഡോണ്ടിക് ബ്രേസസ്, അതായത് പല്ലിന് കമ്പിയിടുന്ന ട്രീറ്റ്മെൻറ്റ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അതായത് സ്റ്റീൽ ബ്രേസസ്, സെറാമിക് ബ്രേസസ്, ലിംഗ്വൽ ബ്രേസസ്, ക്ലിയർ അലൈനർ എന്നൊക്കെ പറഞ്ഞിട്ട്. മാഡം, ഈ ക്ലിയർ അലൈനർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഈ പല്ലിൻ എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അതെ, അതാണ് ക്ലിയർ അലൈനർ. ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ മന്ത്ലി നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യണം. സാധാ കമ്പി ഇടുന്നതാണെങ്കിൽ ഈ ക്ലിയർ അലൈനർ ആവുമ്പം ഒന്നും കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഈ മന്ത്ലി ഉള്ള ഡെന്റിസ്റ്റിൻ്റെ വിസിറ്റ് നമുക്ക് ഇതുവഴി കുറക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് നമുക്ക് കോമ്പോസിറ്റ് റെസിൻ ബോണ്ടിങ് എന്ന് പറയും. അതായത് കോമ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറേറ്റീവ് മെറ്റീരിയലാണ്. ഇപ്പോൾ പല്ലിൻ്റെ പൊട്ടിയ ഭാഗം അല്ലെങ്കിൽ ഗ്യാപ്പുള്ള ഭാഗമൊക്കെ നമ്മൾ പല്ലിൻ്റെ അതേ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് ആ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നമുക്കൊരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിറ്റ് വെനീറിങ് എന്ന് പറയും. ഇതേ സെയിം കോമ്പോസിറ്റ് റെസ്റ്റോറേറ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ പല്ലിൻ്റെ മേൽഭാഗം മൊത്തത്തിൽ ഒരു ലെയർ പോലെ ക്ലിനിക്കിൽ വെച്ച് തന്നെ ഫില്ല് ചെയ്തെടുക്കും. ഇതും സിംഗിൾ വിസിറ്റാണ്. മാഡം, ഇതിനിപ്പോ നമ്മുടെ പല്ലിന്റെ പൊട്ടിയ ഭാഗം മാഡം പറഞ്ഞു, അപ്പൊ ഈ പല്ലിന്റെ അതേ കളർ വെച്ചിട്ട് നമുക്ക് ഷെയ്ഡ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഒരു മെത്തേഡ് പോഴ്സലൈൻ വെനീർ എന്ന് പറയും. അതായത് നമ്മൾ പല്ലിൻ്റെ മുകൾ ഭാഗം ചെറിയ രീതിയിലൊന്ന് ട്രിം ചെയ്തതിന് ശേഷം നമ്മൾ അളവെടുത്തിട്ട് ലാബിലേക്ക് വിടുകയാണ് ചെയ്യുക. ലാബിൽ നിന്നാണ് പിന്നെ അവർ ഈ ഒരു വെനീർ നമുക്ക് ചെയ്ത് തിരിച്ചു വിടും. നമ്മളത് ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുക. ഒരു നമുക്ക് ഒറ്റ സിംഗിൾ വിസിറ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ലാബിൽ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുക. ഈ ട്രീറ്റ്മെന്റ്സ് മാഡം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏജ് അങ്ങനെ എന്തെങ്കിലും കൺസിഡറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടബിൾ ആവണമെന്നില്ല. അത് ഓരോരുത്തരുടെയും ടീത്തിൻ്റെ അലൈൻമെൻറ്റും എത്രമാത്രം ഗ്യാപ്പ് ഉണ്ട് എന്നതൊക്കെ ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടറാണ് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുക എന്നുള്ളത് പറഞ്ഞുതരും. നമ്മുടെ ഇടയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് പല്ലിന്റെ പുളിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ പുളിപ്പ് വരാൻ ഉള്ള കാരണങ്ങൾ എന്തായിരിക്കാം? പല്ലിൻ്റെ പുളിപ്പ്, അതായത് സെൻസിറ്റിവിറ്റി എന്ന് പറയും. പല്ലിൻ്റെ പുറമേയുള്ള സർഫസിനെയാണ് നമ്മൾ ഇനാമൽ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഡെൻറ്റിൻ എന്ന് പറയുന്ന ഒരു ലെയർ കൂടിയുണ്ട്. ഈ ഡെൻറ്റിൻ എന്ന് പറയുന്ന ലെയർ എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് ഈ പുളിപ്പ് ഫീൽ ചെയ്യുക. അതായത് ഇനാമലിന് തേയ്മാനം വെയർ ഓഫ് ചെയ്തിട്ടാണ് ഈ ഡെൻറ്റിൻ എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് പല്ലിന് പുളിപ്പ് വരുന്നത്. സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്തെടുക്കാം? അപ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ, അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു പല്ലിന് തേയ്മാനമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഈ സെൻസിറ്റിവിറ്റി വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഈ പല്ലിൻ്റെ നിറത്തിലുള്ള അതേ മെറ്റീരിയൽ വെച്ചിട്ട്, അതായത് ഡെൻ്റൽ സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഭാഗം ഫില്ല് ചെയ്യും. ഇനി അതല്ല, നമുക്ക് ഫില്ല് ചെയ്യാൻ മാത്രമുള്ള ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആൻറ്റി സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. നേരത്തെ മാഡം പറഞ്ഞു നമ്മളോട് ഈ പല്ലിന്
ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും ഈ ഒരു വെനീർ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്. അപ്പൊ മാഡം ഈ പല്ല് മുഴുവനായിട്ട് മഞ്ഞ കളറായിട്ട് പല്ലുള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പൊ അവർക്ക് ഈ ട്രീറ്റ്മെന്റ് വെച്ചിട്ട് അത് മുഴുവൻ വൈറ്റ് കളറാക്കാനുള്ള എന്തെങ്കിലും പോസിബിൾ ആണോ? നമ്മൾ ഈ വെനീർ വഴി തന്നെ നമുക്ക് യെല്ലോയിഷ് ആയിട്ടുള്ള പല്ലൊക്കെ ആണെങ്കിൽ നമുക്കത് വൈറ്റ് കളറാക്കിയിട്ട് ചെയ്യാം. വെനീർ വെച്ചിട്ട് തന്നെ ചെയ്യാം. അത് പല്ലിൻ്റെ അലൈൻമെൻ്റ് എല്ലാം നോക്കണം. അത് കൂടാതെ നമുക്ക് ബ്ലീച്ചിങ് എന്ന് പറയുന്ന ബ്ലീച്ചിങ്, ടീത്ത് വൈറ്റനിങ് പ്രൊസീജിയേഴ്സൊക്കെ അവൈലബിൾ ആണ്. പലരും പല്ല് വെളുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പം ഈ ഹാർഡായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് വെളുക്കും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും? നമ്മൾ ബ്രഷ് ചെയ്യുന്നത് നമ്മളെ സ്വന്തം പല്ലാണ്. ഹാർഡായിട്ട് ചെയ്യാനിത് വലിയ കട്ടിയുള്ള സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ പല്ല് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഹാർഡായി ചെയ്ത് കഴിഞ്ഞാൽ പല്ല് വെളുക്കൂല. രാവിലെയും രാത്രിയും ആ 2 നേരം കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു 3 months ഒക്കെ കൂടുമ്പോൾ ബ്രഷ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പലരും ചോദിക്കാൻ പേടിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കാൻ മടിക്കുന്ന പല ക്വസ്റ്റ്യനുകൾക്കും ഒരു ആൻസർ മാഡം ഈ അൽമാസ് ഹെൽത്ത് ടോക്കിലൂടെ എല്ലാവരിലേക്കും എത്തിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ച് നമ്മളോട് കൂടെ ചെലവഴിച്ച മാഡത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു.